ഞാൻ യൂട്യൂബിൻ്റെ കമൻറ്റിലും അതുപോലെ തന്നെ ഗ്രൂപ്പിലും എപ്പോഴും കാണുന്നൊരു കാര്യമാണ് ആളുകൾ ഇങ്ങനെ പറയുന്നത്, ഞാനും എപ്പോഴെങ്കിലും വിജയിക്കും, എൻ്റെ യൂട്യൂബ് ചാനലിനും ഒരു ദിവസം വരും, അല്ലെങ്കിൽ എന്തെങ്കിലും വിജയിക്കുമെന്ന് ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഒരു കാര്യം എന്താ പറയുക, ഈ എന്തെങ്കിലും നമ്മൾ വിജയിക്കുമെന്ന് പറയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു പരിധിയില്ല. എപ്പോൾ വേണമെങ്കിൽ ആവാം, ചിലപ്പോൾ 10 കൊല്ലം കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ വിജയിക്കാം. പക്ഷേ നിങ്ങൾ ഈ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സൂപ്പർ പവർ ഉണ്ട്, നമ്മളെ മനസ്സിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന സൂപ്പർ പവർ. അപ്പോൾ ആ സൂപ്പർ പവർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ടോപ്പിക് ഇപ്പോൾ സൈക്കോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വ്യൂവേഴ്സിനെ അട്രാക്റ്റ് ചെയ്യേണ്ടത് എന്ന് അറിയുന്ന ടോപ്പിക്കുകൾ പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ല. കാരണം സെറ്റിങ്സിനെ കുറിച്ചിട്ടും എങ്ങനെ പെട്ടെന്ന് 4000 മണിക്കൂർ ആവണം എന്ന് ഒക്കെയാണ് എല്ലാവർക്കും വേണ്ടത്. പക്ഷെ നിങ്ങൾ അറിയേണ്ട കാര്യം ഇതാണ്, യൂട്യൂബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോറായിട്ട് നിങ്ങൾക്കൊരു വലിയ സക്സസ് ഉണ്ടാക്കി തരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ പഠിക്കേണ്ടത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം എന്നറിയോ, നിങ്ങൾക്ക് അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ അച്ചീവ്മെൻറ്റ്സ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ തന്നെ പലരും ഇപ്പോൾ ലാസ്റ്റ്ലി നമ്മളെ അവളുടെ ഡയറി എന്ന് പറയുന്ന റമീനയുടെ ചാനൽ, അത് ഒക്കെ എന്താ പറയുക, നമ്മളൊന്നും ഒരാൾ പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ഹൈ ലെവലിലേക്കുള്ള സക്സസ് ഒക്കെയാണ് നേടുക. എന്തുകൊണ്ടാണ് അങ്ങനെ സക്സസ് നേടുന്നത് അറിയോ, അതിൻ്റെ പിന്നിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ സെറ്റിങ്സ് മാറ്റലല്ല, സെറ്റിങ്സിനെ കുറിച്ച് നിങ്ങൾ മറന്നേക്കുക, സെറ്റിങ്സിനെ കുറിച്ചിട്ട് ആലോചിക്കുക വേണ്ട. ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലെ സക്സസ്സിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടാലല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആളുകൾ ഇങ്ങനെ വീഡിയോസ് കാണുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഞാൻ അങ്ങനെയുള്ള വീഡിയോസിനോട് താല്പര്യം കാണിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഗ്രൂപ്പിൽ മാത്രം ഗൂഗിൾ മീറ്റൊക്കെ വെച്ച് ചെയ്യുന്നത്. കാരണം കേൾക്കാൻ ആളില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ടോപ്പിക്കിലൂടെ ഞാൻ നിങ്ങൾ സക്സസ് ആക്കാൻ റെഡിയാണ്. സക്സസ് ആവാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ എൻ്റെ കൂടെ തന്നെ ഫോളോ ചെയ്ത് വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയൊരു സക്സസ് ഉണ്ടാക്കാം. ഞാൻ ചാനലിൽ ആദ്യം കാണിച്ച പോലെ നിങ്ങളുടെ വിജയമാണ് എൻ്റെ സ്വപ്നം എന്ന് പറയാം. കാരണം അതിനുള്ള റീസൺസ് പിന്നീട് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഇന്ന് പറയുന്ന ടോപ്പിക്ക് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്കായിരിക്കും. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു സ്റ്റോറി പറഞ്ഞുതരാം. 1938 ഹംഗറിയാണ് സ്ഥലം. ഈ ഹംഗറിയിൽ ഒരു നാഷണൽ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ്. ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് ആളുകൾ, യുവാക്കളായ ആളുകൾ അവിടെ നിരന്ന് നിന്നിട്ട് ഷൂട്ടിങ്ങിനായി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു ചെറുപ്പക്കാരൻ്റെ മേലെയാണ് സകല ആളുകളുടെയും കണ്ണുകൾ പോയത്. ആ ചെറുപ്പക്കാരൻ വളരെ ആത്മവിശ്വാസത്തോടെ തൻ്റെ ഗണ്ണെടുത്തിട്ട് ആ ഒരു പോയിൻറ്റിന് നേരെ, ലക്ഷ്യത്തിന് നേരെ നിറവേറ്റാൻ തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു. എല്ലാവരുടെയും കണ്ണുകൾ ഈ ഒരു ചെറുപ്പക്കാരിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെയാണ് സംഭവിച്ചതും. കാരണം ആ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടി അതിൻ്റെ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയത് ഈ ഒരു ചെറുപ്പക്കാരനാണ്. കരോലി എന്നത്തെയും പോലെ നാഷണൽ ആയിട്ടുള്ള എല്ലാ ചാമ്പ്യൻഷിപ്പിലും ഗോൾഡ് മെഡൽ വിന്നറായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ഒളിമ്പിക്സിൽ ഉറപ്പായിട്ടും ഗോൾഡ് മെഡൽ നേടുമെന്ന് ആർക്കും യാതൊരു സംശയവുമില്ലാത്ത ഒരാൾ കൂടിയാണ് ഈ പറയുന്ന ആൾ. അങ്ങനെ ആൾ മത്സരത്തിന് ശേഷം നേരെ മിലിറ്ററി ക്യാമ്പിലാണ്. മിലിറ്ററി അന്ന് ആളുകൾക്കൊക്കെ മിലിറ്ററി സർവീസുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ മിലിറ്ററി ക്യാമ്പിലേക്ക് തിരിച്ചു പോയി. അവിടെ ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ കയ്യിൽ നിന്ന് ഗ്രനേഡ് പൊട്ടിയിട്ട് ആളുടെ ഷൂട്ടിംഗ് ചെയ്യുന്ന വലത് കൈ മുഴുവനായിട്ട് നഷ്ടപ്പെട്ടു. പിന്നീട് 1 മാസത്തോളം ഹോസ്പിറ്റലൈസ് ചെയ്തു, കൈയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരാൻ കുറച്ച് മാസങ്ങളെടുത്തു. ഈ മാസങ്ങളെടുത്ത ശേഷം പിന്നീട് 1 വർഷത്തേക്ക് മൂപ്പരുടെ യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ മൂപ്പര് ഈ ഒരു ഫീൽഡിലേക്ക് ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഇയറിൽ, അടുത്ത കൊല്ലം അവിടെ ഒരു ചാമ്പ്യൻഷിപ്പ് നടക്കുകയായിരുന്നു 1939. അപ്പോൾ ചാമ്പ്യൻഷിപ്പിൽ 1 വർഷത്തിന് ശേഷം വന്ന കരോലി വന്നപ്പോൾ ആളുകൾക്കൊക്കെ സന്തോഷമായി. കാരണം കൈ നഷ്ടപ്പെട്ടിട്ടും അന്ന് മത്സരിക്കുന്ന ആളുകളെ അഭിനന്ദിക്കാനും അവർക്ക് പ്രോത്സാഹനം നൽകാൻ വേണ്ടിയിട്ടും എത്തിയത് കൊണ്ട് മറ്റ് മത്സരാർത്ഥികളൊക്കെ പറഞ്ഞു, കരോലി നീ ഒരു ഭയങ്കര സംഭവമാണ്, നിങ്ങൾ വന്നത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഈ ഒരു പ്രോഗ്രാമിൽ നമ്മളെയൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ വന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ തിരിച്ചു വന്നത്,
ഞാൻ വന്നത് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനല്ല, അല്ലെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ അഭിനന്ദനങ്ങൾ പറയാനല്ല, ഈ മത്സരത്തിൽ പങ്കെടുക്കാനാണ്. കരോളി ചെയ്തത് തൻ്റെ എഴുതാൻ പോലും പറ്റാതിരുന്ന വീക്കസ്റ്റ് ഹാൻഡായ ഇടത്ത് കൈ കൊണ്ട് ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യുകയും അന്ന് ആ മത്സരത്തിൽ പങ്കെടുത്ത് ഗോൾഡ് മെഡൽ നേടുകയും ചെയ്തു. പിന്നീട് അടുത്ത വർഷം 1940 ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് മൂപ്പര് തയ്യാറാവുകയാണ്. പക്ഷേ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ വേൾഡ് വാർ കാരണം ആ ഒളിമ്പിക്സ് മാറ്റിവെച്ചു. പിന്നീട് അടുത്ത പ്രാവശ്യത്തെ ഒളിമ്പിക്സിന് വേണ്ടി പ്രിപ്പയർ ആയെങ്കിലും അതും മാറ്റിവെക്കപ്പെട്ടു. അങ്ങനെ 2 പ്രാവശ്യത്തെ ഒളിമ്പിക്സ് മൂപ്പര് മിസ്സായി. അതായത് 8 വയസ്സ് കൂടുതലായി. മുന്നേ 28 വയസ്സുണ്ടായിരുന്ന ചെറുപ്പക്കാരിൽ നിന്ന് മാറി ആളുടെ വയസ്സ് കൂടി. പിന്നീട് 1948 കരോളി ഒളിമ്പിക്സിൽ പങ്കെടുക്കുകയും യുവാക്കളുമായിട്ട് മത്സരിച്ച് ജയിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാതിരുന്ന ആ ഒളിമ്പിക്സിൽ തൻ്റെ ഇടത് കൈ കൊണ്ട് ഷൂട്ട് ചെയ്തിട്ട് ആ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടി അദ്ദേഹം ചരിത്രമുണ്ടാക്കി. അതുമാത്രമല്ല, തൊട്ടടുത്ത ഒളിമ്പിക്സിലും വീണ്ടും അതേപോലെ തന്നെ ഒന്നുകൂടെ ആ മത്സരത്തിൽ പങ്കെടുക്കുകയും 2 ഗോൾഡ് മെഡൽ, അതായത് ആദ്യത്തതും ഒളിമ്പിക്സിൽ 2ാമത്തെ ഗോൾഡ് മെഡലും വെറും ഇടത് കൈ കൊണ്ട് മാത്രം ഒറ്റ കൈ കൊണ്ട് ഷൂട്ട് ചെയ്ത് ചരിത്രം സൃഷ്ടിച്ച ഒരാളായിട്ട് മാറുകയും ചെയ്തതാണ് ഈ ഒരാളുടെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് ഞാൻ പറയാൻ കാരണം, ഇതിൽ നമ്മൾ പലർക്കും പല പ്രശ്നങ്ങളുണ്ടാകും. നമുക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ പല പ്രശ്നങ്ങളുണ്ട്, നമുക്കിതുകൊണ്ട് മുന്നോട്ട് പോകാതിരിക്കാൻ പല പ്രശ്നങ്ങളുണ്ട്. ഷൂട്ടിങ് ചെയ്യുന്ന ഒരു കൈ നഷ്ടപ്പെട്ടിട്ട് പോലും അതിൽ തളരാതെ, നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു കൈ പോയി, പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഇറങ്ങിയെന്ന് വിചാരിച്ചു, എന്തായാലും വീട്ടുകാരും നാട്ടുകാരൊക്കെ പറയുന്നു എനിക്ക് ഇനി ഇടത് കൈ കൊണ്ട് ഇതൊക്കെ പറ്റുമോ, നീ എന്തിനാണ് ഇങ്ങനെ പോകുന്നത്, വേറെ നാണം കടാൻ എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങൾ പറഞ്ഞ് നമ്മളത് ഡ്രോപ്പ് ചെയ്യും. നമ്മളൊരിക്കലും പോകില്ല. പിന്നീടുള്ള കാലം നമ്മൾ ഡിപ്രഷൻ അടിച്ച് നമ്മൾ നഷ്ടപ്പെട്ട കാലങ്ങളെ ഓർത്തിരുന്നിട്ട് ജീവിതം കഴിക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് നടന്നത്. മൂപ്പര് ആ ഒരു ദൃഢനിശ്ചയം കൊണ്ട് ചെയ്തെടുക്കുമെന്നുള്ള വാശി കൊണ്ടാണ് ഇടത് കൈ കൊണ്ട് ഇത്രയും ട്രെയിൻ ചെയ്തിട്ട് ഈ ഒരു അച്ചീവ്മെൻറ്റ്സ് നേടിയത്. അപ്പം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഞാനിത് പറയാൻ കാരണം, പലരും ഇതുപോലെ യൂട്യൂബിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും നമ്മൾ വിജയിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അത് എന്തെങ്കിലും എന്നത് മാറ്റിയിട്ട് നിങ്ങൾ എന്ന് വിജയിക്കും എന്നുള്ള രൂപത്തിലേക്ക് വരിക. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതാണ് പോസിറ്റീവ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. പോസിറ്റീവ് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു അച്ചീവ്മെൻറ്റ്, ഉദാഹരണത്തിന് വലിയ സംഭവങ്ങളൊന്നും നിങ്ങൾ ആലോചിക്കുന്നു. ഇപ്പം നിങ്ങൾക്കിപ്പോൾ നിലവിലുള്ള 500 സബ്സ്ക്രൈബേഴ്സാണ് വന്നിരിക്കുക. നിങ്ങളതൊരു 1000 സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് കരുതിയിട്ട് ആ ഒരു ഫീല്, ഞാൻ 1000 സബ്സ്ക്രൈബേഴ്സുള്ള ഒരാളാണ് എന്ന് കരുതി മുന്നോട്ട് പോകാം. ഇനി അതല്ലെങ്കിൽ ഇപ്പം ഞാൻ 150 സബ്സ്ക്രൈബേഴ്സുള്ള സമയത്താണ് ഞാൻ ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള പോലെ സംസാരിച്ചത്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എനിക്കുണ്ടായ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, എൻ്റെ മനസ്സിന്, നമ്മുടെ ബ്രെയിൻ ഇതൊന്നും അറിയില്ല, നമ്മളെന്താ പറയുന്നത് അത് അതുപോലെ സ്വീകരിക്കും. അപ്പം നമ്മൾ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സൂപ്പർബായിരിക്കും. 10,000 ആളിൽ ഒരാളെ സംസാരിക്കുന്ന പോലെയല്ല 100 സബ്ബുള്ള ആൾ സംസാരിക്കുക. രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അതുപോലെ എനിക്കിപ്പോൾ 1 മില്യൺ ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി അഹങ്കാരമൊക്കെ വരുമല്ലോ. കുറച്ചുകൂടി അഹങ്കാരം വന്നു കഴിഞ്ഞാൽ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാൾ, അപ്പോൾ എന്ത് ചെയ്യും, ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടൊക്കെ സംസാരിക്കാം. പക്ഷേ ഞാൻ പറയുന്നത്, ഇതേ സാധനം നിങ്ങൾക്ക് 100 സബ്ബുള്ള സമയത്ത് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അത് നിങ്ങൾ വിചാരിക്കണം. ഞാൻ പലപ്പോഴും കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കൂടെയുള്ള ആളുകളിലൊന്നും കോൺഫിഡൻസ് ഇല്ല. അവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് അടുത്ത ദിവസം, അതായത് നെക്സ്റ്റ് വീക്കിൽ 50,000 സബ്സ്ക്രൈബേഴ്സ് ആവുമെന്ന് പറഞ്ഞാൽ അത് ആദ്യം വിശ്വസിക്കാത്ത ഒരാളെ അവർ തന്നെയാണ്. അവർ പറയും, എനിക്ക് പോകുന്നില്ല. അങ്ങനെ നമ്മൾക്ക് പോലും വിശ്വാസവുമില്ല, നമുക്ക് പോലും ഉറപ്പുമില്ലാത്തൊരു കാര്യം നമുക്കൊരു കാരണവശാലും കിട്ടില്ല. അതായത് നിങ്ങൾ എന്തിനാണോ മൈൻഡ് കേപ്പബിൾ ആയിട്ടുള്ളത് അത് മാത്രമേ കിട്ടുള്ളൂ. നിങ്ങളിപ്പോൾ ഒരു 2000 സബ്ബ്, ഓക്കെ, 2000 സബ്ബ് എനിക്ക് ഓക്കെയാണ്, എങ്കിൽ നിങ്ങൾക്ക് 2000 സബ്ബ് മാത്രമേ കിട്ടുള്ളൂ. അതാണ് അതിൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ അച്ചീവ് ആവേണ്ടത് അത് നിങ്ങൾ ആയിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കലാണ്. പക്ഷേ പലപ്പോഴും എന്ത് സംഭവിക്കില്ല, നമുക്ക് തന്നെ സംശയങ്ങൾ വരും. അങ്ങനെയൊക്കെ നമ്മൾ അച്ചീവ് ആയോ, അവിടെ സംശയങ്ങൾ ഒരുപാട് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വലിയ കൗണ്ടിലേക്ക് പോകണ്ട. നിങ്ങൾ 500 ഉള്ളവർ 1000-നെയും 1000 ഉള്ളവർ 1500-നെയൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി പോസിറ്റീവ് വിഷ്വലൈസേഷൻ മാത്രം കൊണ്ടൊന്നും ഒരാളും, നിങ്ങൾ പറയും, പിന്നെ ഞാൻ പോസിറ്റീവ് വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് ഇപ്പം ആൾക്കാർ നിരന്ന് വന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. സത്യമാണ്, കാരണം ഞാനും അതൊക്കെ അയച്ചിട്ടുണ്ട്. കാരണം നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രം ആളുകൾ വന്ന് നിരന്തരം വന്നിട്ട് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് പോകല്ലേ.
പക്ഷേ അതിൻ്റെ പിന്നിൽ വേറെ കാര്യം എന്താ വെച്ചാൽ നമ്മളെപ്പോഴാണോ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ പോസിറ്റീവ് വിഷ്വലൈസേഷൻ ചെയ്യുന്നത്, നമ്മളിങ്ങനെ ആലോചിച്ച് വെക്കുന്നത്, അപ്പോൾ നമ്മുടെ ഒരു ആവശ്യമായിട്ട് വരും, കഠിനമായ ആവശ്യമായിട്ട് വരും നമ്മൾ ഈ പറയുന്ന കൗണ്ടിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി കാര്യങ്ങൾ കൂടി ചെയ്യും. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, പഠിക്കും, നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യും, നമ്മൾ മാറ്റങ്ങൾ വരുത്തെല്ലാം ചെയ്യും. പക്ഷേ അല്ലാത്ത ഒരാൾ ഈ സംഭവങ്ങളൊന്നും ചെയ്യില്ല. അവരെപ്പോഴും ഭാഗ്യത്തിന് വേണ്ടി കാത്തിരിക്കും. അതായത് എന്നെങ്കിലും ഞാൻ സക്സസ് ആവുന്നതിനെ നോക്കി ആളുകൾ ഇരിക്കും. അപ്പോൾ അങ്ങനെ സക്സസ് ആയി നോക്കിയിരുന്നാൽ അത് നോക്കിയിരിക്കലേ ഉണ്ടാവുള്ളൂ, അതാവില്ല. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നിലവിലുള്ള സബ്സ്ക്രൈബർ കൗണ്ട് എത്രയാണെന്നും അടുത്ത ഒരു 15 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 20 ദിവസം കൊണ്ടോ എത്ര അച്ചീവ് ചെയ്യുമെന്നും അതിന് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും കമൻറ്റ് ചെയ്യുക. അത് നിങ്ങൾ ഫെയിലായാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഫെയിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അപ്പോൾ അതെന്തുകൊണ്ടാണ് പറ്റാത്തത്, എന്താണ് നമ്മുടെ പ്രശ്നമെന്ന് നമുക്ക് കണ്ടുപിടിക്കാം, എന്നിട്ടത് ശരിയാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് എന്ത് ചെയ്യണം, സക്സസ് ആവണം. നിങ്ങളെ സക്സസ് ആണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറഞ്ഞാൽ. അത് പറയാനുള്ള കാരണം, ഞാൻ എന്തെങ്കിലും മറ്റു ജോലി ചെയ്താൽ ചിലപ്പോൾ 1 lakh സാലറി കിട്ടുമെന്ന് വിചാരിച്ചു. ഈ 1 ലക്ഷം സാലറി കൊണ്ട് എനിക്കും എൻ്റെ വീട്ടുകാർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാവുക. പക്ഷേ ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് ടിപ്സ് പറഞ്ഞു തരുമ്പോൾ എൻ്റെ ടിപ്സ് കേട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരാൾ സക്സസ് ആയി, നിങ്ങൾ വലിയ ഒരു അച്ചീവ്മെൻറ്റ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് കാരണം എന്ത് ചെയ്യും, നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരൊക്കെ രക്ഷപ്പെടും. അത് വലിയ ഒരു അച്ചീവ്മെൻറ്റാണ്. എന്നെ സംബന്ധിച്ച് ഒരാളിൽ മാറ്റം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ഡ്രീം കൂടി എനിക്കുണ്ട്. അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിലേ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ടോപ്പിക്ക് ബേസായിട്ട് തന്നെ 1-2 വീഡിയോസ് കൂടി ഞാനിടും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ ടോപ്പിക്കാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ അത് നിങ്ങൾ മിസ്സായി കഴിഞ്ഞാൽ സെറ്റിങ്സിൻ്റെ പിന്നാലെ പോയാൽ ചിലപ്പോൾ നിങ്ങളുടെ സക്സസ് ഇനിയും കുറേ ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഒരു ടോപ്പിക് കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഭയങ്കര ടഫാണ് ഈ സാധനങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്, എന്നാലും നമുക്ക് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.